ചേഞ്ചിന് പേടിച്ച്. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്റ്റൈല് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ഹാബിറ്റ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ പരാജയത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ടീമല്ല, കോമ്പറ്റീഷനല്ല, ഒന്നുമല്ല, ബിസിനസ്സുകാരനാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ മടി, ഒരു ബിസിനസ്സുകാരൻ്റെ അലസത, ഒരു ബിസിനസ്സുകാരൻ്റെ ലീഡർഷിപ്പ് സ്കിൽ ഇല്ലായ്മ, ഒരു ബിസിനസ്സുകാരൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇല്ലായ്മ, ഒരു ബിസിനസ്സുകാരൻ്റെ ഫോക്കസ് ഇല്ലായ്മ, ഒരു ബിസിനസ്സിന് അവൻ്റെ ടീമിനെ മാനേജ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അറിവില്ലായ്മ, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള മടി, ഇതാണ് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം. മാർക്കറ്റ് ഇല്ലാത്തതല്ല, ടീം ഇല്ലാത്തതല്ല. നമ്മൾ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും അതിനെ ഹോൾഡ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല. ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് 2024 കാലഘട്ടത്തിൽ ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് നമ്മൾ ആദ്യം മാറണം. ഈവൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ, മാർക്കറ്റിൽ എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ, നമ്മളാണ് ഏറ്റവും നന്നായിട്ട് മാറ്റത്തിന് വിധേയമാകേണ്ടത്. കാരണം നമ്മളുടെ കഴിഞ്ഞ കാലത്തിലെ എക്സ്പീരിയൻസ് നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. സോ ഒന്നാമത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചേഞ്ചും ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നതുമാണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആകുക, ഏറ്റവും ഇന്നോവേറ്റീവ് ആകുക. നിങ്ങൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആകുക. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അവിടെ നമുക്ക് അറിയുന്ന ആളുകൾ എക്സ്പെർട്ടിന് വെക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ നല്ല എക്സ്പെർട്സിന് വാങ്ങാൻ കിട്ടും. മാർക്കറ്റിങ്ങിലെ എക്സ്പെർട്സിന് വാങ്ങാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ എക്സ്പെർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. നല്ല എക്സ്പെർട്ടിനെ ഔട്ട്സോഴ്സ് ചെയ്യാം. നല്ല ടെക്നോളജി വാങ്ങിക്കുക, ടെക്നോളജി ഔട്ട്സോഴ്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നല്ല സിസ്റ്റം ബിൽഡ് ചെയ്യാം. ഇനി ഇതിന് പറ്റില്ലെങ്കിൽ, നിങ്ങളുടെ ഫണ്ട് കുറവാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്? നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളായിട്ട് തന്നെ ഒരു കോച്ചിനെ ഹയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ ഭാഗമാകാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, കൺസൾട്ടൻസി സർവീസ് എടുക്കാം. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളെയും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ്. മുൻകാലങ്ങളെ പോലെയല്ല. ഇന്ന് കോച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസൾട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ മേഖലയും ഇന്ന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടുകളെ കൊണ്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊരു പക്ഷേ ടെക്നോളജി അറിയില്ല, നമുക്ക് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ല, ERP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ല, CRM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മളിപ്പോഴും ഡയറിയും പിടിച്ചുകൊണ്ട് കസ്റ്റമറുടെ ലീഡിൽ കോൾ ചെയ്തതും അങ്ങനെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും ഡയറിയിലാണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ നടക്കില്ല. മാർക്കറ്റ് മാറിയിട്ടുണ്ട്, കസ്റ്റമർ ബിഹേവിയർ മാറിയിട്ടുണ്ട്, കോമ്പറ്റീറ്റർ നമ്മളെക്കാളും ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ CRM ഇംപ്ലിമെൻറ്റ് ചെയ്യണം. CRM നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ല. CRM പഠിപ്പിച്ചിരുന്ന ആളുകളുണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെർട്ടുകളുണ്ടാവും. യു ഹാവ് ടു ചേഞ്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മുടെ സ്വഭാവം, ബിഹേവിയറും എല്ലാം ഗംഭീരമായിട്ട് ചേഞ്ച് ചെയ്താലല്ലാതെ നമുക്ക് ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയില്ല.